നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. പാറയെ തകർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യ മനസ്സുകളെ പണിയുവാനും ധൈര്യപ്പെടുത്തുവാനും ഉത്തേജിപ്പിക്കുവാനും രൂപാന്തരം വരുത്തുവാനും കഴിവുള്ള ദൈവത്തിൻ്റെ ആയുധമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. 126 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം, യഹോവ ഞങ്ങളിൽ വൻകാര്യം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇസ്രായേൽ മക്കൾ 70 വർഷങ്ങൾ പ്രവാസികളായി ബാബിലോണിൽ കഴിയേണ്ടി വന്നു. നെബൂഖദ്നേസർ രാജാവാണ് യെരുശലേം ദേവാലയം നശിപ്പിച്ച്, മതിൽ നശിപ്പിച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ അടിമകളായി 1500 മൈൽ അപ്പുറമുള്ള ബാബിലോണിലേക്ക് കൊണ്ടുപോയത്. അവിടെ അവർ ദീർഘവർഷങ്ങൾ പ്രവാസത്തിലായിരുന്നു. അവർ പലരും അടിമകളായി മാറ്റപ്പെട്ടു. ദാനിയേലിനെ പോലെയുള്ളവർ രാജകൊട്ടാരത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടതായി വന്നതായ കാലഘട്ടം. ഒരിക്കലും ഇനിയൊരു തിരിച്ചുവരവ്, മടങ്ങിവരവ് ഉണ്ടാകത്തില്ല എന്ന് തോന്നുമാറുള്ള സംഭവങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സമയം സമാഗതമായപ്പോൾ സ്വർഗം ഇറങ്ങി വരികയാണ്. കോരശ് എന്ന് പറയുന്ന രാജാവിൻ്റെ മനസ്സിനെ, അതും ജാതീയ രാജാവിൻ്റെ മനസ്സിനെ ദൈവം അവർക്ക് വേണ്ടി ഉണർത്തുകയും ജാതീയ രാജാവ് ആയ കോരശ് കൽപ്പനകൾ പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ നിന്നും മടങ്ങി വരികയാണ്. ഈ മടങ്ങി വരുമ്പോൾ അവർക്ക് തന്നെ വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്താ കാരണം? ഒരിക്കലും ഒരു മടങ്ങിവരവ് ഉണ്ടാകത്തില്ലെന്ന് ചിന്തിക്കുന്ന വിഷയത്തിലാണ് സ്വപ്നതുല്യമായ വിടുതലുകൾ ദൈവം നൽകിയിരിക്കുന്നത്. അവർ പ്രവാസദേശത്ത് നിന്ന് ഇസ്രായേലിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നതായ കാര്യം, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. സ്വപ്നം കാണുക. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഹേരോദാവ് അദ്ദേഹത്തെ വകവരുത്താൻ നശിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തു. എന്നാൽ ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങി പത്രോസിൻ്റെ പുറത്ത് തട്ടി. 1-ാമത്തെയും 2-ാമത്തെയും വാതിൽ ദൂതൻ തുറന്നു, പുറത്തുള്ള ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. ഈ സംഭവം നടക്കുമ്പോൾ ദൈവത്തിന് ദൂതൻ പറഞ്ഞത്, നീ പുതപ്പ് പുതച്ചെൻ്റെ പിന്നാലെ വരിക എന്നുള്ളതാണ്. ഈ നടക്കുന്ന പത്രോസിന് തോന്നി താൻ സ്വപ്നം കാണുകയാണ്. നോക്കുക, വിടുതലുകൾ അനുഭവിക്കുന്ന വ്യക്തിക്ക് ഇത് സ്വപ്നമാണോ ഞാൻ ഈ കാണുന്നത് എന്നുള്ള നിലയിൽ ചില യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൽ ദൈവം വരുത്തുകയാണ്. സ്വപ്നതുല്യമായ വിടുതലുകൾ, ഉദ്ധാരണങ്ങൾ, മടങ്ങി വരവുകൾ ദൈവം ജീവിതത്തിൽ ഒരുക്കും. കാരണം നമ്മുടെ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ട സന്തോഷവും നഷ്ടപ്പെട്ട സൗഖ്യവും നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാൻ ദൈവത്തിന് കഴിയും. ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്നവനാണ്. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ നിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തണം എന്ന് ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ഈ തെക്കേ നാട് എന്ന് പറഞ്ഞാൽ വേദപുസ്തക ചരിത്രത്തിൽ വരണ്ട സ്ഥലമാണ്, ശൂന്യതയുള്ള സ്ഥലമാണ്. അവിടുത്തെ ആറും തോടുമൊക്കെ എപ്പോഴും വറ്റി വരണ്ട് കിടക്കും. എന്നാൽ വർഷത്തിൽ ചില ഘട്ടങ്ങളിൽ വലിയ മലയിൽ പെയ്യുന്ന മഴ താഴ്വരയിലൂടെ ഒഴുകി ഈ നദിയെ ജലപ്രളയത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നദിയിൽ കിടക്കുന്ന പാറകളൊക്കെ ഉരുണ്ട് മാറുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ലഭിക്കുന്ന ദൈവീയമായ ചില പ്രവൃത്തികൾ നിമിത്തം നാളുകളായി വിമോചനമില്ലെന്ന് ചിന്തിക്കുന്ന വിഷയത്തിന് ചില സംഭവങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിമിഷ നേരം കൊണ്ട് ഉദ്ധാരണങ്ങളും വിടുതലുകളും നമ്മുടെ ലൈഫിൽ ഒരുക്കി തരാൻ ദൈവത്തിന് കഴിയും. കൂടുതലും ശൂന്യതകളും തകർച്ചകളുമൊക്കെ ആണെങ്കിലും ഈ തകർച്ചകളെയെല്ലാം ഓവർകം ചെയ്യത്തക്ക നിലയിൽ, അതിനെല്ലാം പരിഹാരം വരത്തക്ക നിലയിൽ പെട്ടെന്ന് ദൈവം തൻ്റെ പ്രവൃത്തി അയക്കുന്നവനാണ്. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആർക്കും അതിനെ തടുക്കാനായിട്ട് കഴിയില്ല. കാരണം സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവ, ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവം എനിക്ക് വേണ്ടി വൻകാര്യം ചെയ്യും. എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയിലോ ദൈവത്തിൻ്റെ ബലത്തിലോ സംശയമില്ല. ദൈവം മഹത്വവാനാണ്.
തൻ്റെ വീര്യപ്രവർത്തികളുമായി ദൈവം കടന്നു വരും. ഞാൻ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തി കാണും എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.